ഹമാസിൻ്റെ നില ഓരോ ദിവസവും പരിധിലാവുകയാണ്. ഇപ്പോൾ ഇന്നലെ മരണം 50,000 കഴിഞ്ഞിരിക്കുന്നു. 2023 ഒക്ടോബർ 7 ഇസ്രയേലിലേക്ക് കയറി നടത്തിയ നിഷ്ഠൂരമായ നരഹത്യയ്ക്ക് കൊടുത്തിരിക്കുന്ന വില വളരെ വലുതാണ്. ഹമാസ് മാത്രമല്ല, അതുകൊണ്ട് പലസ്തീനികൾ മുഴുവൻ ഗസ വിട്ടു പോകണം എന്നുള്ള ആവശ്യം അമേരിക്ക ഉൾപ്പെടെ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. വല്ലാത്ത പ്രതിസന്ധിയാണ് അവിടെ ജീവിക്കുന്ന അറബ് വംശജരായ പലസ്തീനികൾക്ക് ഹമാസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഹമാസിനെതിരെ പലസ്തീനികൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അതായത് പലരും ഹമാസിനെ ആക്രമിക്കുകയും കുറ്റം പറയുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഹമാസിനൊരു പ്രശ്നമല്ല. പക്ഷേ ഇപ്പോൾ ഹമാസിനോട് അല്പം അസ്വസ്ഥത തോന്നുന്ന ഒരു ഡെവലപ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലസ്തീൻ അതോറിറ്റി അതിൻ്റെ നേതാവ് മഹ്മൂദ് അബ്ബാസ് ഒക്കെ ഉണ്ടല്ലോ, ആ ഗ്രൂപ്പ് അവർ തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹമാസ് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം, ഇവിടെ ഗാസയിൽ നിന്ന്. കാരണം ഗാസയിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടത് പാലസ്തീൻ ജനതയുടെ ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അതെ, അവരിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇസ്രായേൽ ഏതായാലും അത് അനുവദിക്കാൻ പോകണില്ല, ഇസ്രായേൽ വിട്ടുകൊടുക്കാൻ പോകണില്ല. അവർ ആക്രമണവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പാലസ്തീൻ ജനതയെ ഓർത്തിട്ട് ഒരു കാരുണ്യം കാണിക്കണം, നിങ്ങളിവിടെ നിന്നും ഒഴിഞ്ഞു പോകണം എന്ന അപേക്ഷയാണല്ലേ. അപേക്ഷ മഹ്മൂദ് അബ്ബാസിൻ്റെ ഈ പാലസ്തീൻ അതോറിറ്റി. അതെ, അവർ വെസ്റ്റ് ബാങ്കിൻ്റെ കുറേ നിയന്ത്രണമുള്ള പാലസ്തീൻ അതോറിറ്റി തന്നെ, പാലസ്തീൻ ജനതയുടെ റെപ്രസെൻറ്റേറ്റീവ് തന്നെ ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, നിങ്ങളവിടെ നിൽക്കരുതെന്ന്. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ അല്പം കാരുണ്യം എന്നുള്ള രീതിയിൽ അത് നിങ്ങൾ ചെയ്യണം. കാരണം അവിടെയുള്ള കുഞ്ഞുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ സഫർ ചെയ്യണത് നിങ്ങൾ മനസ്സിലാക്കി, ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അവിടെ നിന്ന് പോയില്ലെങ്കിൽ ഈ പാലസ്തീൻ ജനത അവിടെ ഉണ്ടാവില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഈ ഹമാസും പാലസ്തീൻ അതോറിറ്റിയൊക്കെ ആദ്യം ലോഹ്യത്തിലായിരുന്നു, പിന്നീടാണ് അവർ തമ്മിൽ ഇടഞ്ഞു. പിന്നെ ഹമാസ് ഇവരെ പുറത്താക്കി. 2007 ഹമാസ് അധികാരത്തിൽ വന്നിട്ട് പിന്നെ അവർ വിട്ടുമാറിയിട്ടില്ല. അവരിപ്പോഴും 2007 വിട്ടിപ്പോഴും ജനാധിപത്യം എന്നൊക്കെയാണ് പറയുന്നത്, ഇലക്ഷൻ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആ ഇലക്ഷനും ജനാധിപത്യവും അങ്ങനെയാണ്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും അതേപോലെ പുരുഷന്മാർക്കും വേണ്ടിയെങ്കിലും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങളിവിടെ നിന്ന് പോകണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അങ്ങനെ ഒരു പ്രഖ്യാപനം വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സീസ് ഓൾറെഡി പോയല്ലോ. സീസ് ഫയർ പോയി. മാത്രമല്ല ഈ ജനങ്ങളെ ഇവർ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ഇപ്പോൾ ഏതാണ്ട് 58 പേരുടെയാണ് ഇനി തിരിച്ചു കിട്ടാനുള്ള 25-30 പേരുടെ ഡെഡ് ബോഡീസ്. അതെ, ഇനിയിപ്പോൾ ഡെഡ് ബോഡീസാണ് മെയിനായിട്ട് കൂടുതൽ വരാനുള്ളത്. ബാക്കി ജീവനുള്ള ആൾക്കാർ വളരെ ചുരുക്കമാണ്. അതാണെങ്കിലും വ്യക്തമായ ഒരു രൂപത്തിൽ ഇവരെന്താ ചെയ്യാൻ പോകണം, എത്ര പേര് ജീവിച്ചിരിപ്പുണ്ട്, എത്ര പേര് മരിച്ചെന്ന് ചോദിച്ചാൽ പോലും പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവർ. അല്ല, അത് അങ്ങനെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഹമാസും ഒരു കള്ളക്കളി കളിക്കുന്നത്. അതെ. അപ്പോൾ ഇത് ഈ സംഖ്യ നമ്പർ ചോദിച്ച് എത്ര പേര് ജീവിച്ചിരിപ്പുണ്ട്, എത്ര പേര് മരിച്ചെന്നു ചോദിച്ചാൽ അവരുടെ സംഖ്യ ഒന്നും പറയാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ അങ്ങനെ ചില നിർണായകമായ തീരുമാനങ്ങൾ ഇസ്രായേൽ എടുക്കുകയാണ്. ഇസ്രായേൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ കാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ ആൾക്കാരെ വിട്ടു തന്നില്ലെങ്കിൽ ഞങ്ങളിവിടെ ഭൂമി അനക്സ് ചെയ്യാൻ തുടങ്ങും, അത് പിടിച്ചെടുക്കാൻ തുടങ്ങും. നിങ്ങൾ ഇസ്രായേലിന്റെ ഭാഗമാക്കി മാറ്റും. പിന്നെ കുറേ ഏരിയ ബഫർ സോൺ ആക്കി മാറ്റും. ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകും തോറും ഈ ഗാസയുടെ ഏരിയ ഇസ്രായേലിൻ്റെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ഗാസ ഇല്ലാതെയാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ മഹ്മൂദ് അബ്ബാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ പാലസ്തീനിയൻ ജനതയുടെ തന്നെ ഒരു റെപ്രസെൻറ്റേറ്റീവ് തന്നെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളിവിടെ നിന്ന് പോകണം. സാധാരണ ഇതുവരെ പാലസ്തീൻകാരിൽ നിന്നോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരിൽ നിന്നോ അങ്ങനെ ഒരു പ്രഖ്യാപനമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇസ്രായേൽ ഇങ്ങനെ അനക്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുറച്ച് പേരൊക്കെ അതിനെ എതിർത്തിട്ടുണ്ട്. അതായത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി മുതലായ രാജ്യങ്ങളുടെ ഫോറിൻ മിനിസ്റ്റേഴ്സ് അതിനെ ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അമേരിക്ക ഒന്നും പറഞ്ഞിട്ടില്ല. അമേരിക്കയ്ക്ക് വേണമല്ലോ. അതെ, ഇസ്രായേലിന്റെ കയ്യിലാണെങ്കിൽ ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് വളരെ എളുപ്പമാണ്. അപ്പോൾ അമേരിക്കയുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേലിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, ഈ പ്രശ്ന പരിഹാരത്തിന് ഞങ്ങൾ ശ്രമിച്ചു. സാധാരണ ഞങ്ങൾ ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ടൊന്നും ചർച്ച നടത്താറില്ല. ഇങ്ങനത്തെ ഒരു വൺ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന സംഭവം എന്നുള്ള രീതിയിലാണ് ഇവരുമായിട്ട് ചർച്ചയ്ക്ക് പോയ ഒരു ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട്. അവരുടെ ചെന്നിട്ടൊരു കാര്യമില്ല, ഒരു കാര്യത്തിനൊരു നടപ്പില്ല. ഇവരിങ്ങനെ ഓരോ സമയത്ത് ഓരോ പുതിയ കണ്ടീഷൻസ് വെച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അമേരിക്കയും ഇപ്പോൾ ഹമാസിൻ്റെ കാര്യത്തിൽ ഇടപെടാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അപ്പോൾ ഇസ്രായേൽ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു. തന്നെയല്ല ട്രംപ് പറയണത് അവിടെ എന്തൊക്കെയാണ് തീർക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുവേണ്ട ആയുധങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ മതി, അത് മുഴുവൻ ഞങ്ങൾ സപ്ലൈ ചെയ്തേക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇവർ ഈ ആക്രമണവുമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ
അവിടെ ഒരു അൺയൂസ്ഡ് ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ആ ഹോസ്പിറ്റൽ ഇവർ ആക്രമിച്ചു. ഈ ഹോസ്പിറ്റൽ ശരിക്കും ടർക്കി സ്പോൺസർ ചെയ്താണ്, നമ്മുടെ എർദോഗാൻ്റെ ആൾക്കാർ സ്പോൺസർ ചെയ്താണ്. അവിടെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഹമാസിൻ്റെ ഇൻ്റലിജൻസ് ചീഫ്, ഇപ്പോൾ ഉള്ള, നേരത്തെ പല ഇൻ്റലിജൻസ് ചീഫും തട്ടിപ്പോയിട്ടുണ്ട്, ആ കൂട്ടത്തിൽ ഇപ്പോഴത്തെ സെർവിങ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് ചീഫ്, അദ്ദേഹത്തിൻ്റെ പേര് ഒസാമ തബാഷ് എന്നാണ്, അദ്ദേഹം കൊല്ലപ്പെട്ടു. അതെ. അപ്പം അങ്ങനെ ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇസ്രായേൽ പറയുന്നത് ഇതാണ്, നെഗോഷിയേറ്റ് ഓർ ഫോൾ. ഒന്നില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഉടനെ സെറ്റിൽ ചെയ്യുക. എത്ര ആൾ ജീവിച്ചിരിപ്പുണ്ട്, എത്ര ആൾ മരിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. നെഗോഷിയേറ്റ് ഓർ ഫോൾ. ഒന്നില്ലെങ്കിൽ ചർച്ച ചെയ്ത് പ്രശ്നം അപ്പം തന്നെ അവസാനിപ്പിച്ചോ, അല്ലെങ്കിൽ യു വിൽ ബി ഫോളോയിങ് വൺ ബൈ വൺ. മാത്രമല്ല, യുണൈറ്റഡ് നേഷൻസിൽ ഇസ്രായേലിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ ആൾക്കാരെ ഞങ്ങൾക്ക് വിട്ടുതരിക, അല്ലെങ്കിൽ ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കും, ഞങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് ഓരോരുത്തരെയും ഞങ്ങൾ വൺ ബൈ വൺ ഹമാസിൻ്റെ ലീഡേഴ്സിനെ ഓരോരുത്തരെയായിട്ട് ഞങ്ങൾ കൊന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ തട്ടിക്കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പലരും ഇങ്ങനെ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്താറുണ്ട്. പല രാഷ്ട്രങ്ങളും രാഷ്ട്ര നേതാക്കളും പ്രഖ്യാപനങ്ങൾ നടത്താറുണ്ട്. പക്ഷേ അതേപോലെയല്ല ഇസ്രായേൽ പ്രഖ്യാപിക്കുമ്പോൾ അവർ ഹാനിയനെ കൊന്നു കാണിച്ചു കൊടുത്തു, അതേപോലെ സിൻവാറിനെ കൊന്നു കാണിച്ചു കൊടുത്തു, നാസറളിനെ കൊന്നു കാണിച്ചു കൊടുത്തു. അപ്പോൾ അവരുടെ എതിരാളികളെ കൊന്നൊടുക്കാനായിട്ട് ഇസ്രായേലിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളത് അവർ ഓൾറെഡി തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ മാർഗത്തിലേക്കായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത്. പിന്നെ അമേരിക്കൻ എൻവോയ് ഉണ്ട് പ്രസിഡൻറ്റിൻ്റെ ഫോർ ദി മിഡിൽ ഈസ്റ്റ്, സ്റ്റീവ് വിറ്റ്കോഫ്. അദ്ദേഹത്തോടും ചോദിച്ചു കഴിയുമ്പോൾ ഗാസയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയൊന്നും അദ്ദേഹം അധികം ചർച്ച ചെയ്യുന്നില്ല. ഞങ്ങൾ പറഞ്ഞ പോലെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് സൗകര്യമായിട്ട് ജീവിക്കാം, അല്ലാതെ നിങ്ങൾ പഴയ പോലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനി അതിന് വലിയ പ്രസക്തി ഉണ്ടാകില്ല, അതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇസ്രായേൽ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ആൾക്കാർ തിരിച്ചു വരുന്നവരെ ഞങ്ങളിത് അവസാനിപ്പിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ ഭൂമി പിടിച്ചെടുത്ത് മുന്നേറും, കൊല്ലേണ്ട ഹമാസിൻ്റെ നേതാക്കളെ കൊന്നൊടുക്കുകയും ചെയ്യും. ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പോളിസി. ഇനി ഈ ഹമാസിൻ്റെ നേതാക്കൾ ദേ വിൽ ഫോൾ വൺ ബൈ വൺ എന്നാണ്. ഓരോന്നായി വീഴും, ഓരോരുത്തരായി വീഴും. ഏതായാലും 50,024 ഇന്നലത്തെ ടോള്, ഇന്നലെ വീണ കണക്ക്. ആകെ ഒക്ടോബർ 2023 ഒക്ടോബർ 7 ഇസ്രയേലിൽ കടന്നു കാട്ടിയ ഭീകരാക്രമണത്തിന്റെ വില എന്ന് പറയുന്നത് 50,000 പരം ആളുകളുടെ ജീവനാണ്. അങ്ങനെ ഹമാസിന്റെ നേതാക്കന്മാർ കൊല്ലപ്പെടാത്തവരെല്ലാം ഇപ്പോൾ ഖത്തറിലെ സുഖവാസത്തിന് ശേഷം ഇപ്പോൾ തുർക്കിയിലുണ്ട്. അതെ, വൻ ബാങ്ക് അക്കൗണ്ടും മറ്റു സൗകര്യങ്ങളും ഒക്കെ അവർക്കുണ്ട്. പക്ഷെ ജനങ്ങളുടെ കഷ്ടപ്പാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കഷ്ടപ്പാടാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അവരിങ്ങനെയുള്ള നേതാക്കളും ഇങ്ങനെയുള്ള പാർട്ടികളുമാണ് അവർ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് അവർ അനുഭവിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഏതായാലും നമുക്ക് യുദ്ധവിരാമം എന്ന് പറയുന്നൊരു സംഭവം അത്ര എളുപ്പമല്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു. കാരണം ഹമാസിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്, എനിക്ക് മറ്റേ ഈ ഫോറിൻ മാധ്യമങ്ങളൊക്കെ വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഹമാസിന് വലിയൊരു സെറ്റ് ബാക്ക് ഉണ്ട്. ഹമാസ് ഒരു ബ്ലാക്ക് മെയിലിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പക്കൽ ഇനി ഹോസ്റ്റേജസ് ജീവനോടെ ഉണ്ടോ എന്ന കാര്യത്തിൽ ഹമാസിന് പോലും അറിയില്ല. കാരണം അവരുടെ ഈ ലോക്കൽ നേതാക്കന്മാരും ലോക്കൽ കമാൻഡേഴ്സ് എല്ലാം കൊല്ലപ്പെട്ടു. ഇത് പലയിടത്തും പല ബങ്കറുകളിലൊക്കെയാണ് ഇവർ സൂക്ഷിച്ചിരുന്നത്. അവരൊക്കെ ചിലപ്പോൾ അവരെ ഭൂമിക്കടിയിൽ പൂട്ടിയിട്ടിട്ട് കാവൽ നിന്ന ആളുകളൊക്കെ കൊല്ലപ്പെട്ടു. അവർ ഒരുപക്ഷെ മണ്ണിനടിയിലെ ബങ്കറുകളിൽ ഈ പാവപ്പെട്ട ബന്ദികൾ വെള്ളവും ഭക്ഷണവും ഒന്നും കിട്ടാതെ അങ്ങനെയും കൊല്ലപ്പെട്ടിരിക്കാം. എവിടൊക്കെ വെയർബോട്ട്സ് എവിടെയാണെന്ന് അറിയില്ല. യാഹ്യ സിൻവർ കൊല്ലപ്പെടുമ്പോൾ ചില ഡോക്യുമെന്റ്സ് കിട്ടിയിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത്. ഇതിനെ ഏതൊക്കെ ലോക്കൽ കമാൻഡേഴ്സിനേക്ക് ഈ ബന്ദികളെ കൈമാറുന്ന നമ്പർ മാത്രമേ ഉള്ളൂ, പേരുണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷം ഒത്തിരി സാഹചര്യങ്ങൾ മാറി. കരയുദ്ധം നടന്നു, ഇസ്രായേൽ അങ്ങോട്ട് കയറി, പലരും ഓടി, പലരും കൊല്ലപ്പെട്ടു പോയി. അതുകൊണ്ട് ഇവർ എവിടെയാണെന്ന് അറിയില്ല എന്നുള്ള ഭാഗം സമ്മതിക്കാതെ ഒരു വെടിനിർത്തൽ ഉണ്ടാക്കിയിട്ട് റിയാം ചെയ്യാൻ, വീണ്ടും ആയുധം സംഭരിച്ച് ശക്തരാകാനുള്ള ഒരു ശ്രമം ഹമാസ് നടത്തിയിട്ടുണ്ട്. പരമാവധി പലസ്തീൻ ജയിലുകളിൽ നിന്നുള്ള ആളുകളെ വിട്ടയക്കാനുള്ള ഒരു തന്ത്രമായിട്ട് എടുക്കുക. കയ്യിലില്ലാത്ത ബന്ദികളുടെ പേര് വെച്ചിട്ടാണ് ഇവർ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമാണ്. അതെ, അത് തന്നെയല്ല, ഇസ്രായേൽ എന്ത് വില കൊടുത്താലും അവരുടെ ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അവർക്ക് തന്നെ വലിയ വിശ്വാസമൊന്നുമില്ല. 10-30 പേരെ കഷ്ടിച്ച് കിട്ടുന്നതിന് വേണ്ടി 100 കണക്കിന് ആളുകളെ വിട്ടുകൊടുത്തു. അതെ, അവരിപ്പോൾ ഒരു ജീവൻ രക്ഷിക്കാൻ എന്ത് വിലയും കൊടുക്കും. അതുകൊണ്ടാണല്ലോ
ഒരാൾക്ക് വേണ്ടിയിട്ട് ഗിലാദ് ഷാലിറ്റ് എന്ന് പറയുന്ന ആൾക്ക് വേണ്ടി ഒരാളെ കിട്ടാൻ വേണ്ടി 1027 പേരെ വിട്ടുകൊടുത്തവരാണ്. അങ്ങനെ വിട്ടുകൊടുത്തപ്പോൾ രക്ഷപ്പെട്ട ആളാണ് നമ്മുടെ യാഹ്യ സിൻവർ. അത് അവിടെ വെച്ച് ക്യാൻസറിന് ചികിത്സയും നടത്തി. അതെ അതും തലയിലെ ട്യൂമർ ആയിരുന്നു. അത് ചികിത്സിച്ച് ഭേദപ്പെടുത്തിയിട്ടാണ് വിട്ടത്. പക്ഷെ തിരിച്ചു വന്ന ഈ പണി തന്നെയാണ് ചെയ്തത്. അപ്പോൾ ആ രീതിയിൽ ഇവർ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇനിയൊരു സീസ് ഫയറിൻ്റെ കാര്യത്തിലൊന്നും വലിയ വിശ്വാസമില്ല എന്നാണ്. ഇനി ഇവർ പറയുന്നത് കേട്ടിട്ട് അതനുസരിച്ച് നീങ്ങിയിട്ടൊന്നും കാര്യമില്ല, ഇവരുമായിട്ട് ഒരു ഡീലും നടക്കില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം. ലോകത്തെവിടെയും തീവ്രവാദ സംഘടനകളെ മനസ്സുകൊണ്ടെങ്കിലും പിന്തുണയ്ക്കുന്നവർ വലിയ വില കൊടുക്കേണ്ടി വരും എന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ പാലസ്തീനിൽ നടന്ന 500,000 പേരുടെ മരണം. തുടക്കത്തിൽ ഇവരൊക്കെ ആവേശം കൊണ്ട് ഹമാസിനെ പിന്തുണച്ചിരുന്നു പലസ്തീനികൾ. പക്ഷേ അതിന് കിട്ടിയ പ്രതിഫലം മരണമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.